നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനയാത്രയ്ക്കിടെയുള്ള മരണങ്ങൾ അപൂർവമാണെങ്കിലും ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്തിടെയായി കേൾക്കുന്നുണ്ട്. മുൻപ് സൗദി അറേബ്യയിൽ നിന്ന് ലക്നൌവിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ ബീഹാറിൽ നിന്നുള്ള ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അതുപോലെ മെൽബണിൽ നിന്ന് ദോഹയിലേക്കുള്ള യാത്രയിൽ വിമാനത്തിൽ മരിച്ച യാത്രക്കാരന്റെ മൃതദേഹം ഓസ്ട്രേലിയൻ ദമ്പതികളുടെ അരികിൽ വെച്ചതിനും ഖത്തർ എയർവേസും വിമർശിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ വിമാനം പറന്നുയർന്നതിന് പിന്നാലെ ഒരു 60-കാരി മരിച്ചു. ഹോങ്കോങ്ങിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ ബ്രിട്ടീഷ് എയർവേസ് വിമാനമായ BA32ലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സ്ത്രീ മരിച്ചിട്ടും അടിയന്തര ലാൻഡിംഗ് ചെയ്യാതെ വിമാനം ലണ്ടനിലേക്ക് പറന്നു. ഏകദേശം 13 മണിക്കൂറാണ് യാത്രക്കാർ മൃതദേഹത്തിനൊപ്പം ചിലവഴിച്ചത്. ഒരാളുടെ മരണം മെഡിക്കൽ എമർജൻസിയായി കണക്കിലാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് വിമാനം അടിയന്തര ലാൻഡിംഗ് ചെയ്യാതെ പൈലറ്റ് ലണ്ടനിലേക്ക് വിമാനം പറത്തുകയായിരുന്നു. തുടർന്ന് ക്രൂ അംഗങ്ങൾ മൃതദേഹം പൊതിഞ്ഞ് വിമാനത്തിന് പിന്നിലെ ഗാലിയിലേക്ക് മാറ്റി. സ്ത്രീയോടൊപ്പം കുടുംബവും വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. എന്നാൽ മൃതദേഹത്തിൽ നിന്ന് രൂക്ഷഗന്ധം ക്യാബിനിൽ വ്യാപിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ട്. 331 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ലണ്ടനിൽ ലാൻഡ് ചെയ്ത ഉടൻ പോലീസ് വിമാനത്തിനുള്ളിൽ കയറി സംഭവത്തിൽ അന്വേഷണം നടത്തിയെന്നും റിപ്പോർട്ടുണ്ട്. തുടർന്ന് യാത്രക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ 45 മിനിറ്റോളം വീണ്ടും വിമാനത്തിൽ തുടർന്നു. സംഭവ സമയത്ത് എല്ലാ നടപടികളും കൃത്യമായി പാലിച്ചെന്നാണ് ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചത്. സാധാരണയായി ഇത്തരം ഘട്ടത്തിൽ, അതായത് വിമാനത്തിൽ വെച്ച് ഒരാൾ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആരെയാണ് അപ്പോൾ വിളിക്കുന്നത്? മൃതദേഹം എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഈ അസ്വസ്ഥമായ സാഹചര്യത്തിൽ യാത്രക്കാർ എന്താണ് ചെയ്യുന്നത്? വിമാനയാത്രയ്ക്കിടെ ഒരു യാത്രക്കാരന്റെ ബോധം നഷ്ടപ്പെടുമ്പോൾ ആദ്യം ചെറിയ മെഡിക്കൽ പ്രശ്നമാണോ അതോ കൂടുതൽ ഗുരുതരമായ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് വിലയിരുത്തും. CPRലും പ്രഥമ ശുശ്രൂഷയിലും പരിശീലനം ലഭിച്ചിട്ടുള്ള ക്യാബിൻ ക്രൂ ഉടൻ തന്നെ ഇടപെടും. വിമാനത്തിലൊരു ഡോക്ടറോ മെഡിക്കൽ പ്രൊഫഷണലോ ഉണ്ടെങ്കിൽ അവരെ സഹായത്തിനായി ക്ഷണിക്കും. വ്യക്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ വിമാന ജീവനക്കാർ പുറത്തുള്ള ഡോക്ടർമാരുമായി കൂടിയാലോചിക്കും. ലൈസൻസ് ഉള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയൂ. മോർച്ചറികൾ ഇല്ലാത്തതിനാൽ വിമാനം ലാൻഡ് ചെയ്യുന്നത് വരെ മൃതദേഹം ക്യാബിനിൽ തന്നെ വെക്കേണ്ടി വരും. ഓരോ എയർലൈനുകൾക്കും വ്യത്യസ്ത നടപടിക്രമങ്ങളാണുള്ളത്. വിമാനയാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടില്ലെങ്കിൽ മൃതദേഹം ഏതെങ്കിലും ഒഴിഞ്ഞ നിലയിലേക്ക് മാറ്റി ഒരു പുതപ്പ് കൊണ്ട് മൂടിവെക്കും. ഇനി യാത്രക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ ശരീരം സീറ്റ് ബെൽറ്റ് ഇട്ട് മൂടിയ നിലയിൽ തന്നെ വെക്കേണ്ടി വന്നേക്കാം. ചില വിമാന കമ്പനികൾക്ക് മൃതദേഹം താൽക്കാലികമായി വെക്കാൻ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ഒരു പ്രധാന വിമാനത്താവളത്തിന് സമീപത്ത് വെച്ചാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ പൈലറ്റിന് അടിയന്തര ലാൻഡിംഗ് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ യാത്ര തുടരുന്നതായിരിക്കും. ദൂരം, സ്ഥലം, എയർലൈൻ നിയമങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും തീരുമാനം. വിമാനത്താവളത്തിൽ എത്തിച്ചേരുമ്പോൾ അധികൃതരും മെഡിക്കൽ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് പരിശോധിക്കുകയും വ്യക്തി മരിച്ചതായി ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. വിമാനത്തിനുള്ളിൽ നടക്കുന്ന മരണങ്ങൾക്ക് വിമാന കമ്പനികൾ ഉത്തരവാദികളല്ല. എന്നിരുന്നാലും ദുഃഖിതരായ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിന് അവർക്ക് നിയമങ്ങളുണ്ട്. അതിൽ പേപ്പർ വർക്കുകൾ, മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള സഹായം എന്നിവ ഉൾപ്പെടുന്നു.